മനസ്സിനെ വിഷമിപ്പിച്ച ഒരു ഇൻസിഡൻറ്റിനെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു തരം ഒറ്റപ്പെടലാണ് ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒറ്റപ്പെടൽ എല്ലാ പ്രായത്തിലും എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. ഒറ്റപ്പെട്ടും കൂടി നമ്മൾ ശീലിക്കണം. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഞാനതിനെ തരണം ചെയ്യുകയെന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഓരോ നിമിഷവും ഞാൻ എൻ്റെ അമ്മയെ വല്ലാതെ മിസ് ചെയ്തു. ഞാൻ എൻ്റെ സോളോ ട്രിപ്പ് കൊണ്ട് ഞാൻ എന്നെ പാകപ്പെടുത്തുന്നത്, അപ്പോൾ ആ ഒരു ക്വാളിറ്റിയെ വളർത്തിക്കൊണ്ട് വരണം എന്നെനിക്ക് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാനുള്ളത് എനിക്ക് ജസ്റ്റ് ഒരു സംസാരമാണ് കേട്ടോ. ഇത് എനിക്ക് അടുത്തിടയിൽ എന്നെ വളരെയധികം മനസ്സിനെ വിഷമിപ്പിച്ച ഒരു ഇൻസിഡൻറ്റിനെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഒരു പക്ഷേ ചിലപ്പോൾ ആ ഇൻസിഡൻറ്റ് കുറേ ആൾക്കാർക്ക് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. എൻ്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അപ്പോൾ അമ്മയുടെ ഫോണിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, നമുക്ക് അദ്ദേഹം എന്ന് മാത്രം വിളിച്ച് അഭിസംബോധന ചെയ്യാം. അപ്പം എൻ്റെ അച്ഛനോളം അല്ലെങ്കിൽ അച്ഛനേക്കാളും പ്രായം വരുന്ന ഒരു അങ്കിളാണ് വിളിച്ചത്. എൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ അദ്ദേഹം നവ്യ നായരുടെ നമ്പറാണോ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അമ്മ അതെ, ഞാൻ നവ്യയുടെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പ്രായമുള്ളതുകൊണ്ടാവും അദ്ദേഹം അത് നവ്യയോടാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ഇതിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ മോള് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടോ എന്നൊക്കെ അമ്മയെടുത്ത് ചോദിച്ചു. അപ്പോൾ അമ്മ ഇങ്ങനെ വീണ്ടും പറഞ്ഞു, ഇങ്ങനെ മകളല്ല, ഞാൻ നവ്യയല്ല, അമ്മയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം അമ്മയുമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്ന ഓഡിയോ, അമ്മ ഇങ്ങനെ ആ കോളിലിരിക്കുമ്പോൾ തന്നെ ഞാൻ സ്പീക്കറിൽ അത് കേട്ടു. അദ്ദേഹത്തിന് വളരെ നല്ല നിലയിൽ ജോലി ചെയ്ത് ഭാര്യയും 2 മക്കളൊക്കെ ഉള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം വിഭാര്യനാണ്, ഭാര്യ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ നല്ല നിലയിൽ, ഒരാൾ കുവൈറ്റിൽ, ഒരാൾ ബാംഗ്ലൂരിൽ, അങ്ങനെ നല്ല നിലയിൽ ജോലി ചെയ്യുന്ന മക്കളാണ്. ആ മക്കൾ ഇദ്ദേഹത്തിനെ വളരെയധികം സാമ്പത്തികമായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഒരാൾ 30,000 രൂപ, വേറൊരാൾ 20,000, അങ്ങനെ നല്ലൊരു എമൗണ്ട് അദ്ദേഹത്തിന് മക്കൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊരു ചെറിയ എമൗണ്ട് പെൻഷനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ നോക്കാൻ വീട്ടിൽ വെച്ചുണ്ടാക്കി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരാളെയും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഗാന്ധി ഭവനിലേക്ക് പോകണം. അപ്പോൾ എനിക്കിപ്പോൾ ഈ കിട്ടുന്ന പൈസ ഞാൻ അവിടെ കൊടുത്താലും എനിക്കൊന്ന് നിൽക്കാമല്ലോ. ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇതൊന്നും വേണ്ട, പക്ഷേ എനിക്ക് ആൾക്കാരുള്ളൊരു സ്ഥലത്തേക്ക്, സംസാരിക്കാൻ ആൾക്കാരുള്ളൊരു സ്ഥലത്തേക്ക് എനിക്ക് പോകണം. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു തരം ഒറ്റപ്പെടലാണ് ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അദ്ദേഹം ആ പറയുന്ന വാക്കുകൾ ശരിക്കും നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ കരഞ്ഞു പോവും. ആ തരത്തിലാണ്. അപ്പം എൻ്റെ അമ്മ ഇപ്പോൾ പെൻഷനായി, അമ്മയ്ക്കിപ്പോൾ വീട്ടിലിരിക്കുന്ന സമയമുണ്ട്. അമ്മ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗാന്ധി ഭവനിലേക്കൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടറിയാമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ അച്ഛനമ്മമാർ ഇപ്പോൾ ഒരൊറ്റപ്പെടൽ തോന്നി പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ മക്കൾക്ക് അതൊരു വലിയൊരു ക്ഷീണവും കൂടിയാണ്. നമ്മൾ നോക്കാത്തത് കൊണ്ടാണ് നമ്മുടെ അച്ഛനമ്മമാർക്ക് അങ്ങനെ തോന്നിയത് എന്ന് പലപ്പോഴും ആൾക്കാർ ചിന്തിക്കും. ഞാനൊരു അമ്മയടുത്ത് പറഞ്ഞു, എനിക്കത് എങ്ങനെ ടാക്കിൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്. കാരണം ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾ ഫുൾ ടൈം മൊബൈലിലൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ മൊബൈലൊന്നും വലിയ രീതിയിലൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന ആൾ സംസാരിക്കാറേ ഇല്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വില കൊടുക്കാത്ത രീതിയിലാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ്, അവരതൊരു ജോലിയായിട്ട് മാത്രമാണല്ലോ കാണുന്നത്. അപ്പോൾ മൊബൈലിലൊക്കെ ബാക്കി സമയം ഇരിക്കും. ഈ വീട്ടിൽ ഒരൊറ്റ ആളല്ലേ ഉള്ളൂ, അധിക സമയം ഫ്രീ ആയിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങളിൽ ചിലപ്പോൾ അദ്ദേഹം വ്യാപൃതനായിരിക്കും. ഞാൻ ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ കുറിച്ച് സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഈ അങ്കിളിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാനാണ്. കാരണം വലിയ പ്രതാപത്തിൽ ജോലി ചെയ്ത് വലിയ മക്കളെ വളർത്തി നമ്മളൊരു അച്ഛനായി, അമ്മയായി, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പഠിപ്പിച്ച് നമ്മൾ ആ വീടിൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം എടുത്ത് നമ്മൾ അവിടേക്ക് പൈസ കൊണ്ടുവന്ന് നമ്മുടെ മക്കളെ വളർത്തി ഒരു സമയം കഴിയുമ്പോൾ പിന്നെ ഈ മക്കളും നമ്മുടെ ഡിപ്പെൻഡൻ്റ് അല്ല, അവർക്ക് അവരുടേതായ ഒരു ഫാമിലി ഉണ്ട്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം എൻ്റെ അമ്മയടുത്ത് ഷെയർ ചെയ്ത കാര്യമാണ്. അതായത് മക്കളുടെ കൂടെയൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ
പലപ്പോഴും അദ്ദേഹത്തിന് അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് യൂറിൻ ചിലപ്പോൾ ബാത്റൂം വരെ പോകുന്ന സമയം കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് പറ്റില്ല. അപ്പോൾ അറിയാതെ ചിലപ്പോൾ ഞാൻ യൂറിൻ പാസ് ചെയ്ത് പോകും അവിടെ എത്തുന്നതിന് മുൻപേ തന്നെ. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു മാനക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവതും മക്കളുടെ അവിടെ പോയി നിൽക്കാൻ അവർ വിളിച്ചാൽ പോലും എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നുന്നില്ല. പക്ഷേ ഗാന്ധിഭവൻ പോലെയുള്ളൊരു സ്ഥലത്താവുമ്പോൾ എന്നെപ്പോലെ തന്നെ പ്രശ്നങ്ങളുള്ള കുറേയധികം ആൾക്കാർ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കതൊരു കൂട്ടാവും. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ കൂടെയില്ല. അപ്പോൾ ഈ ഭാര്യ മരിച്ചു പോയതിന് ശേഷമാണ് ഈ ഒറ്റപ്പെടൽ കൂടിയത്. അപ്പോൾ ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ഫോർച്ചുനേറ്റ്ലി നമുക്ക് കുറേ പറമ്പുണ്ട്, കുറേ ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുടുംബപരമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്താവുമ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും മക്കളൊക്കെ പല പല സ്ഥലത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ അച്ഛനമ്മമാർ ഒറ്റപ്പെട്ടു പോകുന്നതൊരു സ്വാഭാവികമായ കാര്യമാണ്. അതിൽ ഒരു ഇണ ഇല്ലാതെ ആയി കഴിയുമ്പോൾ അവർ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാവും. ആരുടെ പക്ഷം ചേരണം? കാരണം മക്കൾ പണം അയച്ചു കൊടുക്കുന്നുണ്ട്, അവരാൽ കഴിയുന്ന കാര്യങ്ങൾ, അതിപ്പോൾ അവരുടെ ഒരു ഫാമിലി ആയിട്ട് അവർ ദൂരെ താമസിക്കുമ്പോൾ അവർക്ക് അതിൽ കൂടുതൽ പലപ്പോഴും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒറ്റപ്പെടൽ അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈ ഒറ്റപ്പെടൽ കാരണം ഗാന്ധി ഭവനിലേക്ക് പോകണമെന്ന് പറയുന്ന അച്ഛനെയും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം. അപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചു. ഞാൻ ചെയ്യുന്ന കാര്യം എന്നോടെല്ലാവരും ചോദിക്കും. ഞാൻ ജീവിതത്തിൽ ആകെ ഒരു സോളോ ട്രിപ്പേ പോയിട്ടുള്ളൂ. പക്ഷേ ഈ സോളോ ട്രിപ്പ് പോകുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഞാൻ ബനാറസിലും ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ എന്തിനാണ് ഞാൻ ഒറ്റക്കൊരു യാത്ര, അല്ലെങ്കിൽ എന്നോടൊരു സിറാജ് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയിൽ നിന്ന് വന്നൊരു ചേട്ടൻ, സിറാജ് ചേട്ടൻ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചു, നവ്യ സോളോ ട്രിപ്പ് പോകുമ്പോൾ നവ്യയ്ക്കൊരു ഇൻഡിപെൻഡൻസി, ഒരു ഫ്രീഡം, ഒരു സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യം അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എനിക്കൊരു ഫ്രീഡം അതിനു വേണ്ടിയിട്ടല്ല ഞാൻ സോളോ ട്രിപ്പിനെ കണക്കാക്കുന്നത്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കും മുതൽ അച്ഛനും അമ്മയും ഒരുമിച്ചാണ്. ഷൂട്ടിങ്ങിന് എപ്പോഴും അച്ഛനോ അമ്മയോ കൂടെ ഉണ്ടാവും. കൂടെ ലൊക്കേഷനിൽ അസിസ്റ്റൻസ് ഉണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും. നമ്മുടെ ചുറ്റിനും നമ്മുടെ കാര്യങ്ങളിൽ നമ്മളെക്കാൾ ശ്രദ്ധാലുക്കളായ ഒരുപാട് പേര് കൂട്ടം കൂടിയിട്ടാണ് നമ്മൾ സിനിമയിൽ ജോലി ചെയ്യുന്നത്. വളരെ സേഫായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. എല്ലാ ആവശ്യത്തിനും നമുക്ക് ആൾക്കാരാണ് അവിടെ. അവിടെ നിന്ന് വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഷിഫ്റ്റായിരുന്നു എനിക്ക്. അവിടെ ചെന്നപ്പോൾ ഞാനും ചേട്ടനും മാത്രമുള്ള ഒരു വീട്. ആ വീട്ടിൽ എന്നെ ഓഫ്കോഴ്സ് ഈ ബാക്കി ഹൗസ് ഹെൽപ്പിന് ആളുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. അച്ഛനും അമ്മയും ഒക്കെ, അല്ലെങ്കിൽ ഇത്രയധികം ആളും ആരവങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫീൽഡിൽ നിന്ന് പൊടുന്നനെ നമുക്ക് ഒട്ടും അറിയാത്തൊരു സാഹചര്യത്തിലേക്ക്, നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് എനിക്ക് അത്യാവശ്യം ഹിന്ദിയും നല്ലോണം ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കാൻ പറ്റും. എന്നിട്ടും ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു. ഈ ഒറ്റപ്പെടൽ എല്ലാ പ്രായത്തിലും എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. പക്ഷേ ഞാനിവിടെ നാട്ടിലേക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനിപ്പോൾ നാട്ടിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ ഒറ്റപ്പെടലില്ല. കാരണം എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാൻ വീണ്ടും ജോലി ചെയ്യുന്നുണ്ട്, ഡാൻസ് സ്ഥാപനം മാതങ്കി നടത്തുന്നുണ്ട്. മാതങ്കിയിലാണെങ്കിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർക്കൊക്കെ ടീച്ചറെ എന്നുള്ള അവരുടെ ഒരു സ്നേഹവും, ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് അവർ തന്നിട്ട് പോകുന്നൊരു ഉമ്മയും. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സായിക്കുട്ടൻ പണ്ട് ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ അവനിങ്ങനെ ഒരു ദിവസത്തേക്കൊക്കെ എവിടെയെങ്കിലും ഷൂട്ടിനല്ലാതെ ഞാൻ കുറേ ഇതായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ മോനില്ലാതെ എവിടെയും പോയിട്ടില്ല. ഒരു ദിവസത്തേക്ക് എങ്ങാനും പോയിട്ട് കാലത്ത് പോയിട്ട് വൈകിട്ട് വരുന്ന പോലെയൊക്കെയോ അങ്ങനെ എന്തെങ്കിലും, തലേ ദിവസം വൈകിട്ടത്തെ ഫ്ലൈറ്റിന് പോയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ വരുന്നതെങ്കിൽ ഞാൻ ലിവിങ് റൂമിൻ്റെ അവിടെ ഉള്ള വാതിലിൻ്റെ അവിടെ നിന്ന് സായിക്കുട്ടനെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ സായി ഓടി വരും. എന്നെ കാണുമ്പോൾ ഓടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് എന്നെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് പറയും, വന്നേ എത്ര ദിവസമായി കണ്ടിട്ട്, ഒന്നുമില്ല ഇന്നലെ പോയതാ,
എത്ര ദിവസമായി കണ്ടിട്ട്, വാ ഇവിടെ ഇരിക്ക്, ഞാനൊന്ന് സ്നേഹിക്കട്ടെ എന്ന് പറയും. ആ ഒരു പ്രായത്തിൽ നമ്മളോട് കുട്ടികൾ കാണിക്കുന്ന ഒരു അടുപ്പം, ആ ഒരു സ്നേഹം, അതെല്ലാ കാലത്തും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ വളരുമ്പോൾ അവരുടെ സ്നേഹത്തിന് വേറെ ഒരു മാനമാണുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്നെ കാണുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 10 ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നാൽ പോലും സായിയോ, ഞാൻ പോയി സായിയെ കെട്ടിപ്പിടിക്കും, ഞാൻ സായിനെ ഉമ്മ കൊടുക്കും. അപ്പോൾ അവൻ എനിക്ക് തിരിച്ച് ഉമ്മ തരും. അതല്ലാതെ എത്ര ദിവസമായി അമ്മയെ കണ്ടിട്ട്, അമ്മയിങ്ങ് വന്നേ, അമ്മനെ ഞാൻ സ്നേഹിക്കട്ടെ എന്ന് അവൻ ഇപ്പോൾ പറയില്ല. കാരണം ഹി ഈസ് 14 years old. അപ്പോൾ ഈ ഒരു മാറ്റം ലൈഫിൽ എപ്പോഴും നമുക്കുണ്ടാവും. ഞാൻ എൻ്റെ മുന്നിലേക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വി ആർ ഗ്രോയിങ് എവറി ഇയർ, വി ആർ ഗ്രോയിങ്. അതിന് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്കും നമ്മളെത്തും. ഈ ഓൾഡ് ഏജിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്, നേരത്തെ ആങ്കിൾ പറഞ്ഞ പോലെ, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് ശാരീരികമായിട്ട് പറ്റുന്ന ഒരു സമയം. അതായത് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ശ്വാസം, ചിലപ്പോൾ ശ്വാസമുട്ടൽ വരുന്നു, അല്ലെങ്കിൽ ഭക്ഷണം, വിശപ്പ്. സാധാരണ മനുഷ്യർ കഴിക്കുന്ന പോലെ കൺട്രോൾ ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും വിശക്കുന്നു. ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് വരും. ചില ആൾക്കാർക്ക് പ്രായം കൂടുമ്പോഴത്തേക്കും ഒരു തരം ഇറിറ്റേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും വരും. അത് ഞാൻ എൻ്റെ വാർദ്ധക്യത്തിനെ എങ്ങനെയാവും നോക്കിക്കാണുകയെന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഞാനതിനെ തരണം ചെയ്യുകയെന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ സോളോ ട്രിപ്പ് കൊണ്ട് ഞാൻ എന്നെ പാകപ്പെടുത്തുന്നത്, ആ സോളോ ട്രിപ്പിൽ എൻ്റെ കൂടെ അച്ഛനുണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല, സായി ഉണ്ടാവില്ല. പലപ്പോഴും എനിക്ക് ചിലപ്പോൾ പനി വരും. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞാൻ പഞ്ച്ഗനി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഒരു ദിവസത്തേക്കുള്ളൊരു ട്രിപ്പായിട്ട് പോയി. അപ്പോൾ ഈ ഗൂഗിളിൽ നോക്കുമ്പോൾ അവിടേക്ക് എത്താൻ വേണ്ടി ബോംബെയിൽ നിന്ന് 5.5 മണിക്കൂറാണ് സമയം കാണിക്കുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി നമ്മൾ പോയി ഗൂഗിൾ ഇട്ട് കഴിയുമ്പോഴാണ് 7.75-8 മണിക്കൂർ എടുക്കും. ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ബ്രേക്കൊക്കെ കൂടെ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ അങ്ങനെ കാലത്ത് ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിന് പോയി, ഞാനവിടെ രാവിലെ ചെന്നിറങ്ങിയിട്ട് വൈകുന്നേരമായി ഞാൻ അവിടെ എത്തിയപ്പോൾ ആ പോകുന്ന വഴിയിലൊക്കെ എനിക്ക് എന്തോ അലർജി വന്നിട്ട് ഞാൻ തുമ്മാൻ തുടങ്ങി. അപ്പോൾ ഈ ഡ്രൈവറാണെങ്കിൽ ചെവിയിൽ മറ്റേ ഇയർബഡ്സ് ഒക്കെ വെച്ച് പാട്ട് കേൾക്കുന്നുണ്ട്. ഇദ്ദേഹം വണ്ടി നിർത്താൻ പറഞ്ഞാൽ നിർത്തില്ല. അമ്മയാണെങ്കിൽ എന്നോട് പ്രത്യേകം പറഞ്ഞു, നീ എമർജൻസി മരുന്നിൻ്റെ പാക്കറ്റ് എടുത്തു. അപ്പോൾ ഞാൻ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഞാനിങ്ങനെ എത്തും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ഓരോ നിമിഷവും ഞാൻ എൻ്റെ അമ്മയെ വല്ലാതെ മിസ് ചെയ്തു. വേറെ ആരുണ്ടാവും? ഞാൻ ആലോചിക്കായിരുന്നു, ഈ അമ്മയും അച്ഛനും തരുന്ന ഈ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം കാണുമ്പോൾ, ഇവർ നാളെ ഇല്ലാതെ വന്നാൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ളത് എനിക്ക് പല നാളുകളായിട്ട്, അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ പല നാളുകളായിട്ട് എനിക്ക് ഈ ഒറ്റപ്പെടലിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, ഞാൻ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കെയർ ഉണ്ടല്ലോ, അവരിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കെയർ, കഴിച്ചോ, കുളിച്ചോ, അല്ലെങ്കിൽ നിനക്ക് പനിയുണ്ട്, നീ ഇന്ന് കുളിക്കരുത്, നീ ചുമയ്ക്കുന്നുണ്ട്, നീ അങ്ങനെ, അല്ലെങ്കിൽ ആവി പിടിക്കുക, ഇങ്ങനെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അവർ തരുന്നൊരു ശ്രദ്ധ, ആ ഒരു കെയർ, നാളെ അതില്ലാതായി പോയി കഴിയുമ്പോൾ ഞാൻ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും എന്നുള്ളൊരു പേടി കുറച്ച് കാലമായിട്ട് കൂട്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പഞ്ച്ഗനി ട്രിപ്പിൽ ഒരു ദിവസത്തേക്ക് പോയ ഞാൻ അവിടെ ചെന്ന് കംപ്ലീറ്റ് കിടപ്പിലായി. അപ്പോൾ അവിടെ 2 സ്ത്രീകളാണ്, നതാഷ, മോന, അങ്ങനെ 2 പേരാണ് അവിടെ ഉള്ളത്. നതാഷ അവരാണ് അവിടുത്തെ ലാൻഡ് ലോഡ്. അവർക്ക് 73 വയസ്സായി. മകള് മോനയാണ് അവിടുത്തെ ലാൻഡ് ലോഡ്, അവർക്ക് 73 വയസ്സായി. നതാഷ മകളാണ്, മകളും 50 years ഓൾഡായി. മകള് പോണ്ടിച്ചേരിയിൽ ഓറിവെല്ലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഈ ഒരു മാസം, വർഷത്തിൽ ഒരു മാസം അവർ വെക്കേഷൻ എടുത്തിട്ട് ഇവിടേക്ക് വരും. അങ്ങനെയാണ് അവരിപ്പം അവിടെ ഉണ്ട്. ഒരു വലിയ വീടാണ്, പഴയ വീടാണ്. അപ്പോൾ ഇവരുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഞാനവിടെ ചെന്നൊരു ജസ്റ്റ് റാൻഡമായിട്ട് അവരുടെ ഹോം സ്റ്റേ ബുക്ക് ചെയ്ത് പോയ ഒരു ഗസ്റ്റാണ്. അവിടെ ചെന്നപ്പോൾ വളരെ ഏർത്തി ആയിട്ടുള്ള, റസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ആ സ്ഥലം. ഞാനതിൻ്റെ ചുമ്മാ 2-3 ഫോട്ടോഗ്രാഫ് നിങ്ങളെ ഇതിൽ കാണിക്കാം. അപ്പോൾ അവിടെ ശരിക്കും അവർക്കൊരു ഹൗസ്, ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. പക്ഷെ അവരുടെ അമ്മായിയപ്പൻ മരിച്ചിട്ട് അവർ അതിൻ്റെ സെറിമണിയൊക്കെ ആയിട്ട് പോയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കാനൊന്നും ആളില്ലാണ്ട് ചെറിയ ഡസ്റ്റൊക്കെ ഉണ്ട്. അപ്പം ഈ അലർജി ആയിട്ട് പോയ എനിക്ക് ശരിക്കും അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത് അഗ്രവേറ്റ് ചെയ്യാനുണ്ടായത്.
അങ്ങനെ എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യാതെ ഞാൻ കിടപ്പിലായി. എൻ്റെ കയ്യിലൊരു ഫ്ലാസ്ക് ഇല്ല, അവരുടെ വീട്ടിൽ ഫ്ലാസ്ക് ഇല്ല. അവർ ആ ലേഡി മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഒരു ഫ്ലാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. എനിക്കാണെങ്കിൽ പുറത്തിറങ്ങി ഒരു മരുന്ന് വാങ്ങാൻ പോകാൻ ഉള്ള ആരോഗ്യമില്ല. ഞാൻ ശരിക്കും അവിടെ പെട്ടുപോയി, കിടന്നുപോയി, ഒറ്റപ്പെടലായിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ഫോൺ ഒന്ന് എടുത്ത് ഒരു കാര്യം നോക്കാൻ പറ്റുന്നില്ല. കണ്ണിന്ന് മൂക്കിന്ന് ഇങ്ങനെ നിർത്താതെ വെള്ളം വന്നുകൊണ്ടിരിക്കുക, ഞാൻ തുമ്മിക്കൊണ്ടിരിക്കുക, എനിക്ക് ഒരു നിർവാഹവും ഇല്ല. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒറ്റപ്പെടണം, ഒറ്റപ്പെട്ടും കൂടി നമ്മൾ ശീലിക്കണം. നമ്മൾ ഒറ്റയ്ക്കാവാനാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഒറ്റപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണണം. ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം ലുക്കീമിയ വന്നിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത്. അപ്പോൾ ക്യാൻസർ സെൻറ്ററിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ആ സമയത്ത്, RCC ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ ക്യാൻസറായി ഇപ്പം ഞാൻ എന്നെ തന്നെയാണ് കേട്ടോ അങ്ങനെ കിടന്ന് സങ്കല്പിക്കുന്നത്. നാളെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പേഷ്യൻസിനൊക്കെ ക്യാൻസർ ഡയഗ്നൈസ് ചെയ്യുമ്പോൾ ബന്ധുക്കളെല്ലാം വിളിച്ച് പറയുമോ ഇന്നാക്ക് ക്യാൻസറാട്ടോ, ഇന്നാട്ട് ക്യാൻസറാട്ടോ. അപ്പോൾ എല്ലാ ബന്ധുക്കളും നമ്മളെ മാറി മാറി വിളിക്കും, എങ്ങനെയുണ്ട്, ടെസ്റ്റ് ചെയ്തോ, ബയോപ്സിയുടെ റിസൾട്ട് വന്നോ, അതാണോ ഇതാണോ, അങ്ങനെ 100 കൂട്ടം ആദ്യത്തെ ഇതെന്തായി എന്നൊക്കെ ചോദിച്ച് എല്ലാവരും വിളിക്കും. ഒരു 100 കോളിൽ നിന്ന് ഒരു മാസം സമയം കഴിയുമ്പോൾ അതൊരു 30 കോളായിട്ടും, പിന്നെ ഒരു 2 മാസത്തെ സമയം കഴിയുമ്പോൾ അതൊരു 5 കോളായിട്ടും, എന്നിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് പുറത്തേക്ക് വന്നില്ലെങ്കിൽ പലപ്പോഴും അത് ഒന്നോ രണ്ടോ കോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോള് പോലും ഒരു ദിവസം വരാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഏത് വലിയവനാണെങ്കിലും. കാരണം നമ്മുടെ ചുറ്റിനും ആളും ആരവവും ഉള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ ചുറ്റിനും നടക്കുന്ന ആക്ടിവിറ്റീസും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡഡ് ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുള്ളത് കൊണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അതിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുണ്ടെങ്കിൽ നമ്മൾ മക്കളെ നോക്കുന്നുണ്ടെങ്കിലും മക്കൾ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും വളരെ അതൊരിക്കലും സെൽഫിഷ്നെസ്സോ അല്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കാത്തതോ അല്ല. പക്ഷേ ഒന്നും നടക്കുന്നില്ല, ഒരാളിങ്ങനെ ഹോസ്പിറ്റലിലായിപ്പോയി, അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല, കുറേ വേദനകൾ മാത്രം, അവർക്ക് പങ്കുവയ്ക്കാൻ വേറെ കഥകളൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു മനുഷ്യന് ചിലപ്പോൾ ആരും സംവദിക്കാനൊന്നും ഉണ്ടാവില്ല. അവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ദിവസം ഫോൺ ചെയ്താൽ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറയുന്നൊരു വാർത്ത പോലും, ഒരു വിശേഷം പോലും പങ്കുവയ്ക്കാനില്ലാതെ ലൈഫ് വളരെയധികം ഒരു മുറിക്കുള്ളിൽ അങ്ങ് ചുരുങ്ങിപ്പോവും. ഇങ്ങനെ ഒരു സാഹചര്യം ഒക്കെ എനിക്ക് വന്നാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ആരുമില്ല. അപ്പോൾ എല്ലാ ആളും ആരവവും ഒഴിഞ്ഞ് ആരുമില്ലാത്ത ഒരു ദിവസം വന്നാലും അന്ന് എനിക്ക് ഒറ്റയ്ക്ക് എൻ്റേതായ സന്തോഷം കണ്ടെത്താൻ പറ്റണം എന്നുള്ളൊരൊറ്റ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സോളോ ട്രിപ്പൊക്കെ പോകുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ഫ്രീഡം എനിക്ക് യാത്ര പോകുമ്പോൾ കൂടുതൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മൾ കുറച്ചും കൂടി ഉത്തരവാദിത്വ ബോധമുള്ളവരാവും, നമ്മൾ സുരക്ഷയെപ്പറ്റി കൂടുതൽ ബോധവാന്മാരാവും, നമ്മൾ കൃത്യസമയത്ത് സ്ഥലത്ത് എത്തിച്ചേരാൻ പഠിക്കും, നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാവും, അത് കറക്റ്റാണ്. പക്ഷേ എന്നെപ്പോലെ കൂട്ടുകുടുംബത്തിലൊക്കെ ജനിച്ച് വളർന്ന ഒരു വ്യക്തിക്ക്, അപ്പൂപ്പൻ, അമ്മൂമ്മ, ചിറ്റ, വല്യമ്മ, അങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റിനൊക്കെ നിറയെ ആൾക്കാരെയൊക്കെ കണ്ടു വളർന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും ഈ ഒറ്റപ്പെടൽ ഒരു ഭയപ്പാടുണ്ടാക്കുന്ന ഒന്നാണ്. അപ്പം അങ്ങനെ ഒറ്റപ്പെടൽ എന്നെങ്കിലും ഉണ്ടായാലോ, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടാവുകയാണെങ്കിൽ പോലും ആ ഒറ്റപ്പെടലിനുള്ളിൽ സോളിറ്റ്യൂഡ്, അതായത് ലോൺലിനെസ് ഫീൽ ചെയ്യാതെ, മറിച്ച് ആ സോളിറ്റ്യൂഡിൽ ഞാൻ തനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാർദ്ധക്യത്തിലെത്തുമ്പോൾ എനിക്കിത് പെർസീവ് ചെയ്യാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ഞാൻ എൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ, അതിന് മുന്നേ തന്നെ ഇത് ഞാനൊരു കാഴ്ചയായിട്ട് മുന്നിൽ കണ്ട് ഇതിലേക്കുള്ള എൻ്റെ യാത്ര എത്രത്തോളം സുഗമമാക്കാം, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചേരുമ്പോൾ എനിക്ക് ആ സോളിറ്റ്യൂഡ്, ലോൺലിനെസ് ആയിട്ട് തോന്നാതിരിക്കാൻ, എൻ്റേതായ സന്തോഷം കണ്ടെത്താൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ സന്തോഷവതിയായിട്ടും, എൻ്റെ ഫോൺ നിറയെ മെസ്സേജുകൾ വരികയും എന്നെ കാണാൻ ആൾക്കാർ വരികയും കഥകൾ പറയുകയും സമയമില്ലാത്ത സമയം ഉണ്ടാക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ച്
ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ ബോധവാനാണ് അല്ലേ, നമ്മളത് റിയാലിറ്റി വരാൻ പോകുന്ന ഒരു റിയാലിറ്റി ആയേക്കാം എന്ന് നമ്മളൊരു ദീർഘവീക്ഷണത്തിൽ കാണുകയാണ്. അങ്ങനെ ഒരു പക്ഷെ ഇപ്പോൾ പ്രായമായവരോട് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതല്ലാതെ എൻ്റെ പ്രായത്തിലും അല്ലെങ്കിൽ ചെറുതിലെയും ഒക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ എന്നെക്കാൾ ഒരു 10 വയസ്സ് മുതിർന്നവർക്കും ഒരു പക്ഷേ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ലക്ഷ്മി നേരെ ബെഡ്റൂമിൽ വന്നിട്ട് ഞാനിവിടെ ഡ്രോയിങ് പഠിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. ഞാൻ ഡ്രോയിങ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ലക്ഷ്മി എന്നെ കളിയാക്കി, ഓ ദിവസത്തിൽ 1 മണിക്കൂറങ്ങാണ്ട് ഒന്നും ചെയ്യാതെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി കുത്തി കയറ്റിയതായിരിക്കും ഡ്രോയിങ്. ഇങ്ങനത്തെ ഒരു ജന്മത്തിന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് ലക്ഷ്മി പറയുമായിരുന്നു. അതെന്തിനാന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ വലിയ ഇഷ്ടമാണ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ. പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഒരു ചെയർ അല്ലെങ്കിൽ ഒരു ഓർണമെൻറ്റ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഡിസൈൻ, ലൈക്ക് ഒരു റൂം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് 3D ആയിട്ട് ഇമേജസ് വരയ്ക്കാൻ സായിക്കുട്ടൻ എന്നോട് ചോദിച്ച പോലെ ആകെ ക്യൂബും സിലിണ്ടറും മാത്രമേ എനിക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് 3D ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എനിക്കൊന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റണം, അതിൻ്റെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓരോ മനുഷ്യരും ഓരോ രീതിയിലാണ്. അതിലെൻ്റെ ഒരു ഇഷ്ടം ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ വലിയ മൂവ്മെൻ്റ് ഒന്നും ശരീരത്തിനില്ലാതെ നൃത്തം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആരോഗ്യം വേണം. അതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ തല വർക്ക് ചെയ്യുകയും കൈ വർക്ക് ചെയ്യുകയും മാത്രം ചെയ്താൽ പോലും നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ആനന്ദം കണ്ടെത്താൻ പറ്റുന്ന ഒരു വലിയ ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പെയിൻറ്റിങ് അല്ലെങ്കിൽ പെൻസിൽ സ്കെച്ച് ഓർ വട്ടെവർ, അത് ഇഷ്ടമുള്ള ഓരോ പോലെ. അപ്പോൾ അതിലെനിക്കൊരു ചെറിയ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് കുറച്ച് കാലമായിട്ട് ചെറിയപ്പം തൊട്ടേ ആഗ്രഹമുള്ളൊരു സാധനമാണ്. പക്ഷേ എനിക്ക് കണ്ട് വരയ്ക്കാനേ അറിയുള്ളൂ. ഇമാജിനേഷനിൽ വരുന്നൊരു സാധനത്തിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയെ വളർത്തിക്കൊണ്ട് വരണം എന്നെനിക്ക് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ ചെറിയ ചെറിയ ലൈക്കിങ്സ് ഉണ്ടല്ലോ, നമ്മുടെ പരസഹായം ഒന്നും നമുക്ക് വേണ്ട. ഏറ്റവും കുറഞ്ഞ ആരോഗ്യത്തിൽ നിന്ന് പോലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, സ്വയം നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക്. ആ തരത്തിലുള്ള സന്തോഷങ്ങൾ കിട്ടുന്ന, ചിലപ്പം സ്റ്റിച്ചിങ്, ഈ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നതും അതുപോലത്തെ ഒരു വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. സിമ്പിൾ എന്ന് വെച്ചാൽ ആ ജോബ് സിമ്പിളാണെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഫിസിക്കലി നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ പോലും കണ്ടുപിടിച്ച് അതിനുവേണ്ടി നമ്മൾ തിരക്കിട്ട് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിനിടയിൽ ഒരു ദിവസം ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ സമയം നിങ്ങൾ മാറ്റി വെച്ചാൽ, മേ ബി ഒരു 5 ഇയേഴ്സ് കഴിയുമ്പോൾ, 1 മണിക്കൂർ മാറ്റി വെച്ചാൽ ഗംഭീരമാവും ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ മാറ്റി വെച്ചാൽ 5 ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് ഒരു സ്കില്ലിന് വേണ്ടി മാറ്റി വെച്ചാൽ 5 ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കതിൽ മികച്ച നിലയിൽ എത്താൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നതല്ല, പഠനങ്ങൾ പറയുന്നത്. നിങ്ങൾക്കത് മാസ്റ്റർ ചെയ്യാൻ പറ്റും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതെന്ത് തന്നെ ആയിക്കോട്ടെ, ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഓരോന്നും. പക്ഷേ ദിവസവും ഒരു നിശ്ചിത സമയമെങ്കിലും നമ്മുടെ ഇത്തരത്തിലുള്ള വളരെ ചെറിയ കാര്യമാണ് ഈ ഡ്രോയിങ് പഠിക്കുക, അല്ലെങ്കിൽ തുന്നലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ ബോട്ടിൽസിൻ്റെ പുറത്തൊക്കെ ആർട്ട് വർക്ക് ചെയ്യുന്ന, അങ്ങനെ നമ്പർ ഓഫ് തിങ്സ് ഉണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക, അതിനുവേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുക. പിന്നെ മൊബൈലിൽ ഈ അഡിക്റ്റീവ് അല്ലാത്ത ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ ഈ വേർഡ്സ് ഉണ്ടാക്കുന്ന, ലെറ്റേഴ്സ് ചേർത്ത് വെച്ചിട്ട് വേർഡ്സ് ഉണ്ടാക്കുന്ന ഗെയിമുണ്ട്. ഇപ്പം എ അല്ലെങ്കിൽ ബി, ഇ, എ, ടി, അല്ലെങ്കിൽ ഇങ്ങനെ ടിയും ബിയും ഇയും എയും ചേർത്തിട്ട്, അപ്പോൾ അതിൽ ബെറ്റ് ഉണ്ടാക്കാം, ബാറ്റ് ഉണ്ടാക്കാം, ബീറ്റ് ഉണ്ടാക്കാം, ടാബ് ഉണ്ടാക്കാം, അങ്ങനെ കുറേ വേർഡ്സ് നമുക്കുണ്ട്. ഇങ്ങനത്തെ ഒരു ഗെയിമുണ്ട് മൊബൈലിൽ. ഇത്തരത്തിലുള്ള ഇത് വളരെ ബ്രെയിനിന് വളരെ ട്രിക്കി ആയിട്ടുള്ള നല്ല ടൈപ്പ് ഓഫ് ഗെയിമാണ്. അത്തരത്തിലുള്ള ഗെയിംസ് ആരോടെങ്കിലൊക്കെ ചോദിച്ച്, മേ ബി തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് നമ്മുടെ ടേസ്റ്റിനും കൂടെ മാച്ച് ചെയ്യുന്ന ഒരു ഗെയിം കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിംസൊക്കെ നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടും, ചെയ്യാനായിട്ട് കിട്ടും. അത്തരത്തിലുള്ള ഗെയിംസ് കുറച്ച് നേരം ചിലവഴിക്കുക. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് ഇരുന്നുകൊണ്ട് നമുക്ക് വളരെ ആയാസമൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്.
പിന്നെ എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള, പക്ഷേ ഇതുവരെ ഞാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് സമയത്തിൻ്റെ പരിമിതി ഒരുപാടുണ്ട്. എന്നാൽ പോലും തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഒരു പുതിയ ഭാഷ പഠിക്കുക എന്നുള്ളത്. അതുപോലെ എനിക്ക് ആഗ്രഹമുള്ളതാണ് ഈ ഖുറാനും ബൈബിളും ഗീതയും. ഒന്ന് ആരുടെ അടുത്തുനിന്നെങ്കിലും കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത്. ഇതിനകത്ത് ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പൊളിറ്റിക്കലി ഒരുപാട് ആൾക്കാർ അതിൽ ശരിയുണ്ട് ഇതിൽ തെറ്റുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്നും വാദിക്കാനോ സംസാരിക്കാനോ പറ്റില്ല. കാരണം ഇത് മൂന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടെ എവിടെയും ചില ശകലങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഇത് ഞാൻ എൻ്റെ മാത്രം അറിവുകൾ വളർത്തുന്ന, അതായത് ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോളജ് എൻഹാൻസ് ചെയ്യുന്ന. എനിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്ത്യൻ എന്ന് മാത്രമല്ല, ഏത് ഹിസ്റ്ററിനെ കുറിച്ചും പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹിസ്റ്ററിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ലക്ഷ്മി എന്നെ കളിയാക്കി. ലക്ഷ്മി, അത് പ്രത്യേകമായി പറയേണ്ട കാര്യം തന്നെയാണ്. അതായത് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് ഞങ്ങളൊരു ട്രിപ്പ് പോയി. അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഒരു ദിവസം 2 ദിവസത്തേക്ക് ഞങ്ങൾ ട്രിപ്പ് പോവാം. അപ്പം ഞാൻ ആര്യ ചേച്ചി നമ്മൾ 3 പേരും കൂടിയാണ് പോകുന്നത്. ഇവിടുന്ന് കയറിയപ്പം എൻ്റെ എന്തോ ഒരു കഷ്ടകാലത്ത് ഞാൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചേച്ചി പോയൊരു ട്രിപ്പിനെ പറ്റി ചോദിച്ചു. ഏതാ? ഗ്രീസ് പോയതിനെ പറ്റി. ആ ഗ്രീസിലെ ട്രിപ്പിൽ നിന്നും കയറി ഹിസ്റ്ററിയിലേക്ക് വന്ന് ചരിത്രങ്ങൾ മുഴുവൻ പഠിപ്പിച്ച് ആര്യക്ക് സുഖാണ്. ആര്യ വണ്ടി ഓടിക്കുക, ഞാനല്ലേ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വരെ ആദ്യം മൂന്നാർ, പിന്നെ കൊടൈക്കനാൽ. മൂന്നാർ വരെ ഞങ്ങളെ ഹിസ്റ്ററി പഠിപ്പിച്ചു. അപ്പം ഞാൻ നൈസായിട്ട് ആരോട് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇനി പഠിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറയണ്ട, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി ഈ ട്രിപ്പ് ഫുള്ളിങ്ങനെ കെമിസ്ട്രി, ജോഗ്രഫി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കഷ്ടകാലത്ത് ഞങ്ങള് മലയാള ഭാഷയെ പറ്റി പറഞ്ഞു പോയി തുടങ്ങി. അർദ്ധകാകളി എന്താണ് പിന്നെ മഞ്ചരി ഇതൊക്കെ. അത് കഴിഞ്ഞ് അപ്പം ഞാനോർത്ത് മലയാളവും ഹിസ്റ്ററിയും ഒക്കെ തീർക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിസിക്സ്. പിന്നെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഉറങ്ങി. ഫിസിക്സ് വന്നാൽ പണ്ട് ഞാൻ ഉറങ്ങി. ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ പോലെ ബോറിംഗ് പേഴ്സൺ ആവരുത്. മറിച്ച് അതല്ല, എനിക്ക് പാവം തോന്നും. എന്താ പറയുക, വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. സിൻസിയറായിട്ടാ പറയാം. നമുക്കാണെങ്കിൽ ബോറടിക്കുന്നുണ്ടെന്ന് പറയാനും വയ്യ. എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കുന്ന ആൾക്കാര് ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് അവസാനം ആ ഹോട്ടലിലെത്തി ചായ കൂടി തുടങ്ങിയപ്പം മുതൽ ഇവരെന്നെ വാരാൻ തുടങ്ങിയിട്ട് അപ്പം ഇവർക്ക് പറഞ്ഞൂടെ, ചേച്ചി ബോറടിക്കുന്നത്, ഞങ്ങൾക്ക് ഈ ഗ്രീക്ക് ഹിസ്റ്ററി ഒന്നും കേൾക്കണ്ട, ഞങ്ങൾക്കൊരു താല്പര്യമില്ല. ഗ്രീക്കിലുള്ള എല്ലാ ആൾക്കാരെ കുറിച്ചും, അവരുടെ കിരീടം, അവരുടെ വസ്ത്രധാരണം, ഏതോ ഒരു മ്യൂസിയത്തിൽ പോയപ്പോൾ അവിടത്തെ കഥ. അവസാനം ഞാൻ കഷ്ടകാലം കാരണം ഞാൻ തിരിച്ചു വന്ന സായിയോടൊന്ന്, സായി ഗ്രീക്കിന് എനിക്ക് ഗ്രീസ് പോകേണ്ട ആവശ്യം എനിക്കില്ലാന്ന് തോന്നുന്നു. എല്ലാ മ്യൂസിയം നമ്മൾ കവർ ചെയ്തു. അപ്പോൾ സായി കൂടെ പോകുന്ന എൻ്റെ അവസ്ഥ അവൻ ഇതൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനും അവനുമായിട്ട് വർഷത്തിലൊരു ട്രിപ്പ് പോകും. ആ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങനെ റിസോർട്ടിലൊക്കെ ഇരിക്കുക, സ്വിമ്മിംഗ് പൂളിൽ കിടക്കുക, അവിടെ ചെന്നിട്ട് ടി വിക്കകത്ത് യൂട്യൂബ് വെച്ചിട്ട് ഈ പാണ്ടിപ്പടയും ഇങ്ങനത്തെ കോമഡി പടങ്ങളൊക്കെ ഇല്ലേ അവിടെ ഇരുന്ന്. ഞാൻ ചോദിച്ചു, എടാ കൊച്ചിയിലിരുന്ന് ഇത് കാണുന്നതും ബാലിയിലിരുന്ന് കാണുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പക്ഷെ അവനതൊരു സുഖം. അപ്പം ഞാൻ അവൻ്റെ സുഖത്തിനെ മാനിക്കാറുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് മിണ്ടാതെ ഇരിക്കും. എന്നെ അത്രയൊരു കാപാലികയാക്കരുത്. എന്തായാലും ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒറ്റപ്പെടലിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് ഇവിടെ ഇവര് പഠിച്ച പുസ്തകമുണ്ട്, പഴയ 10ാം ക്ലാസ്സിലെ പുസ്തകം ഇപ്പോഴും കളയാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. ഇല്ല, ചിലപ്പോ നന്ദൻ ഒന്നാമത്തെ പാഠം തൊട്ട് അവസാനത്തെ പാഠം വരെ ഹിസ്റ്ററിയില് 60ാമത്തെ പേജിൽ 2ാമത്തെ പാരഗ്രാഫിൽ ഗ്രീസിലെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇല്ല, അത് ഞാൻ ഗ്രീസിലെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മറ്റേ ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ചിട്ടാ. കഴിഞ്ഞ് എവിടെ ഇരുന്നു ഇപ്പം ഇവിടെ വൈൻഡപ്പ് പറയാം. അപ്പോൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിന്നോടും കൂടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും
അതുകൊണ്ട് എന്നെ മൂകാംബികയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ അപ്പോൾ ശങ്കരാചാര്യരെ കുറിച്ച് കുറച്ച് പറയാമെന്ന് വിചാരിക്കും. പോകുന്ന വഴികളിലെല്ലാം നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ വരെ ഈ ക്ലാസ്സാണ് സിനിമയ്ക്കതില്ലേ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്ന ആ അവസ്ഥ ആ വണ്ടിക്കകത്തുള്ള ബാക്കിയുള്ളവരും ഇങ്ങനെയൊന്നല്ല, ഇത് വൻ തള്ള. എനിക്ക് നിന്നോടും കൂടിയാണ് പറയാനുള്ളത്. ഇപ്പോൾ 1 മിനിറ്റ് പോലും ഗ്യാപ്പില്ലാതെ ഇങ്ങനെ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടി, ഇതൊക്കെ ഇവളുടെയാണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഇന്ന് ഇവൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സും ഇട്ടുകൊണ്ട് വന്ന മാലയാണിത്. അപ്പോൾ എനിക്ക് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ട് നല്ലതില്ലാത്തത് കൊണ്ട് എൻ്റെ ടോപ്പ് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഈ ടോപ്പ് ഞാൻ ഇട്ടേക്കുക. ഇവളിട്ടിരിക്കണത് എൻ്റെ ഡ്രസ്സും ഞാൻ ഇട്ടിരിക്കണത് ഇവളുടെ ഡ്രസ്സുമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും എന്നോട് ചോദിക്കുന്നത് എവിടെ നിന്നാണ് എടുത്തതെന്ന് വെച്ചാൽ എന്തെങ്കിലും ലക്ഷ്മി പ്രേംകുമാർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് അവളോട് DM ചെയ്യുക, ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുക കുപ്പായം എവിടുന്നാണ് മേടിച്ചതെന്ന്. എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ടു ബി ഓണസ്റ്റ് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് ഇപ്പോഴത്തെ ഒരു സന്തോഷം, നമ്മുടെ ഒരു യങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, എനർജി, ഓടാം ചാടാം എന്തും കഴിക്കാം ഒക്കെയുള്ളൊരു പ്രായം കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നേക്കാം എന്നുള്ളത് മുൻകൂട്ടി ചിന്തിച്ച് ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ വായന ഒരു നല്ല കാര്യമാണ്. ഇവൾ പറയുന്ന പോലെ അല്ല. ഇപ്പോൾ ഈ കളിയാക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വായിക്കും ലക്ഷ്മി. മലയാള സാഹിത്യം നന്നായി വായിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഒരുപാട് നമ്മുടെ മുന്നിൽ അറിവുകൾക്ക് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ച ആ അങ്കിളിന് നമ്മൾ ഗാന്ധി ഭവനിലേക്കുള്ള ഡയറക്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിൽ നമ്മൾ പേഴ്സണലി ഇടപെടുന്നത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു എന്നൊക്കെ അമ്മ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം എന്ത് ഡിസിഷൻ എടുത്താലും അത് നന്നാവട്ടെ, എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന ഒരു ഡിസിഷനിലേക്ക് അദ്ദേഹത്തിനും കുടുംബത്തിനും എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഫോൺ കോളിൽ കേട്ട ആ ദയനീയമായ ശബ്ദം, ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുകയാണ്. അതുപോലെ വിഷമിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ പ്രായം ഇല്ലാതെ പോലും ഒറ്റപ്പെടുന്ന. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പരാമർശിച്ചോട്ടെ. അതായത് ഉർവശി ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂവിലെ ഒരു ചെറിയൊരു ബൈറ്റ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ടു. അപ്പോൾ ഉർവശി ചേച്ചിയുടെ ഒരു റിലേറ്റീവിനെ പറ്റിയിട്ട് പറഞ്ഞു. അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഹസ്ബൻഡും വൈഫും ഒരുമിച്ചാണ്. പക്ഷെ അദ്ദേഹം വലിയൊരു ഡോക്ടറാണ്. അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ, പല്ല് തേച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ചായ കൊടുക്കും, അല്ലെങ്കിൽ കോഫി കൊടുക്കും, പത്രം വായിക്കും, തിരിച്ചു പോകും. അദ്ദേഹം ഷേവ് ചെയ്യും, അപ്പോൾ പാട്ട് കേൾക്കും, കുളിക്കും, വരും, ഭക്ഷണം എടുത്തു വയ്ക്കും, തിരിച്ചു വരും. ഇദ്ദേഹം ജോലിക്ക് പോകും. ഇറങ്ങുകയാണ് എന്ന് പോലും ഒന്നും പറയാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഉർവശി ചേച്ചിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ തോന്നിയിരുന്നു. കാരണം ഇവരാരും ഒന്നും സംസാരിക്കുന്ന പോലും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് പോലും വിനിമയമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വല്ലാത്ത ഒരു പരിഭ്രാന്തി ഉള്ളിൽ. എനിക്ക് ഇതെങ്ങനെയാണ് വല്യമ്മേന്നോ കുഞ്ഞമ്മേന്നോ നിങ്ങളെങ്ങനെയാണ് ഇത് സഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിപ്പോൾ ഞങ്ങൾ തമ്മിൽ പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടലല്ലെങ്കിലും കണ്ട ഒരു വ്യക്തിക്ക് അതൊരു ഭയാനകമായൊരു സിറ്റുവേഷനായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ആൾക്കാർ നമ്മളുടെ ഒപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഒറ്റപ്പെടലിൻ്റെ നമ്മുടെ മാനദണ്ഡം. മറിച്ച് എല്ലാ ആരവങ്ങൾക്കിടയിലും ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടാം. ആരുമില്ലാതാവണം എന്നില്ല നമ്മൾ ഒറ്റപ്പെടാൻ. അപ്പോൾ ഈ ഒറ്റപ്പെടലിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക്, അതായത് ഒറ്റപ്പെടാതിരിക്കാൻ എനിക്ക് ഇന്നൊരാൾ വേണം എന്ന് നമ്മൾ ഒരിക്കലും ശാഠ്യം പിടിക്കരുത്. കാരണം നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മുടെ ഒപ്പം എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരും ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങാം, അസുഖത്തിന് കീഴടങ്ങാം, അല്ലെങ്കിൽ കാലം വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും കരുതി വെച്ചിരിക്കും, നമുക്കത് പറയാൻ പറ്റില്ല. സോ മറിച്ച് നമുക്കൊന്നേ പറയാൻ പറ്റുള്ളൂ, നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഒറ്റപ്പെടാൻ നമ്മൾ നമ്മളെ അനുവദിക്കരുത്. സന്തോഷം കണ്ടെത്താൻ ആരെയും വിഷമിപ്പിക്കാത്ത, ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ മുന്നിൽ ചിലപ്പോൾ നമ്മളൊന്ന് കണ്ണ് തുറന്ന് കാണാൻ മാത്രം ആവശ്യമുണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും വിനോദങ്ങളും ഒക്കെ നമ്മുടെ മുൻപിൽ ഈശ്വരൻ തന്ന ഒരുപാട് കഴിവുകളായിട്ട് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അവയൊക്കെ ഒന്ന് തട്ടിത്തലോടി സ്നേഹത്തോടെ വിളിച്ചുണർത്തി നിങ്ങളെ തിരിച്ചറിയുക, സന്തോഷം കണ്ടെത്തുക. നിങ്ങളാരും ജീവിതത്തിൽ ഒറ്റപ്പെടാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.